രണ്ട് യുവാക്കൾ എന്ത് ചെയ്യുന്നു? വലിയ പോസ്റ്റർ വലിച്ചു കെട്ടുന്നു, ബാനർ വലിച്ചു കെട്ടുന്നു. തെങ്ങുമല കയറിയതിന്റെ പേരിൽ അവന്റെ ശരീരത്തിൽ നിന്ന് തോലൊക്കെ പോയിട്ടുണ്ട്, അവന്റെ വയറിൽ നിന്ന് തോലൊക്കെ പോയിട്ടുണ്ട്. അത്ര കഷ്ടപ്പെട്ട് തെങ്ങുമ കയറിയിട്ടാണ് നബിദിനത്തിന്റെ പോസ്റ്ററും കെട്ടണേ. അപ്പൊ ആ തെങ്ങിന്റെ ചുവട്ടിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ നിൽക്കുന്നുണ്ട്, ഒരു സെൽഫി. ഓൻ വെറുതെ നിൽക്കുകയാണ്, ഓൻ ഇതിനൊന്നും സഹകരിക്കാണ്ട് നിൽക്കുകയാണ്. എന്നാ ഇത്ര കഷ്ടപ്പെട്ട് തെങ്ങിന്റെ പാതി മണ്ടയിൽ കയറി നിന്നിട്ട് ബാനർ വലിച്ചു കെട്ടി കഷ്ടപ്പെട്ട് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എന്നുള്ള പേരിൽ തെങ്ങുമെന്ന് ഇറങ്ങിപ്പോരുന്ന ആളുണ്ടല്ലോ, തെങ്ങുമെന്ന് ഇറങ്ങിപ്പോരുന്നവൻ നിങ്ങൾ സുബൈർ എന്ന് വിളിച്ചോളി, തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കുന്നവൻ അബ്ദുൽ നാസർ എന്നും വിചാരിച്ചോളി. അവിടെ തെങ്ങിന്റെ ചോട്ടിൽ ഒരു പണിയെടുക്കാണ്ട് നിൽക്കുന്ന അബ്ദുൽ നാസറിനാണ് പടച്ചോന്റെ അടുത്ത് കൂലി. പള്ളം വന്ന് തോല് പോയി തെങ്ങുമേൽ ബാനർ കെട്ടിയവന് കൂലിയില്ല, ശിക്ഷ ഉണ്ട്. എന്താ കാരണം? ഓൻ ബിദ്അത്താ ചെയ്യണത്, ബിദ്അത്തിന് കൂലിയില്ല. വക്കുല്ലു ബിദ്അത്തിൻ ളലാല വക്കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഓന്റെ പണി ആ ബാനർ കെട്ടല് നരകത്തിലേക്കുള്ള വഴിയാണ്. ഓന്റെ ധാരണ എന്താണ്? ഞാൻ റസൂലുള്ളാഹിന്റെ ചര്യയിലാണ്. അവിടെ നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കൽ. ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരാ. റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്നാ പറഞ്ഞു. ഇമാത്തത്തുൽ അദാ അനി തുരീഖ്, റസൂലുള്ളാഹിന്റെ വാചക. നിങ്ങൾ കണ്ടോ, കേരളത്തിലെ ഞങ്ങളൊക്കെ മുജാഹിദുകൾ എല്ലാ വിഭാഗവും അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പ്രകടനം നടത്താറില്ല, റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു പണി ഞങ്ങൾ ചെയ്യാറില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം പണി ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളും അത് ഉപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് കൂലിയുണ്ട്. പക്ഷെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു പലരും, അവർക്ക് കൂലിയില്ല എന്ന് മാത്രമല്ല അള്ളാഹു ഉദ്ദേശിച്ച അവർക്ക് ശിക്ഷയുണ്ടാവും. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം? ഇപ്പൊ നബി കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറൻ, ലോകത്ത് മുഴുവനുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്ക് നിങ്ങൾ. ഭാര്യയെ സഹായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, പക്ഷേ അടുക്കളയിൽ മാവ് കുഴച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാവ് കുഴച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബട്ടൺ തുന്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് തുന്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുള്ളിക്കമ്പുകൾ, അതായത് വിറക് ശേഖരിച്ച് ഭാര്യമാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആടിന്റെ അകിടിൽ നിന്ന് പാല് കറക്കുകയാണ്. ഇതെല്ലാം റസൂലുള്ളാഹി ചെയ്യുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമൊക്കെ ചെയ്യും. ഭാര്യമാരെ സഹായിക്കും. ഭാര്യമാരെ ഒരിക്കൽ പോലും അവരുണ്ടാക്കിയ ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞില്ല. നബിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കില്ല. പക്ഷെ റസൂലുള്ളാഹി കുറ്റം പറയില്ല. എന്തൊരു ഭക്ഷണം ഇത്, പുളി കൂടുതലാണ്, ഉപ്പ് പറയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മാനവരിൽ ഉന്നതനായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആള് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണ്? ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്. നമ്മൾ എത്ര പേര് ഇത് പഠിച്ചിട്ടുണ്ട്? കൈകെട്ടുണ്ട് നെഞ്ചത്തെ നമ്മൾ പറയും, തല ഒരു പ്രാവശ്യം തടവണ്ടേ നമ്മൾ പറയുന്നു. പക്ഷെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറിയ എന്റെ റസൂലിന്റെ ചര്യ ഞാൻ സ്വീകരിക്കുന്നു. നബി ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് ജീവിതത്തിൽ ഒരിക്കലും അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും റസൂലുള്ളാഹിന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ ഒരു കാരണവശാലും മുഖത്തടിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞു. മുഖത്തടിച്ചാലേ അടിച്ച പോലെ തോന്നുള്ളൂ നമുക്ക്, സത്യല്ലേ? ഓളം മുഖത്ത് നോക്കി അടിച്ചാലേ നമുക്ക് തോന്നൂ. ഇനി ഭാര്യമാരോട് റസൂലുള്ളാഹി പറഞ്ഞതോ? ഒരു ഭർത്താവിന്റെ, ശ്രദ്ധിക്കണം, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ശിരസ് മുതൽ പെരുവിരൽ വരെ ചൊറിഞ്ഞിട്ട് തൊലി ഇങ്ങനെ വിങ്ങി നിന്ന് അതിൽ ചലവും നീരും നിറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണം, കുമിളകൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടില്ലോ ചൊറിഞ്ഞിട്ട്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിലെ വിവിധ ഭാഗത്തുനിന്ന് ചോരയും ചലവും ഒലിക്കുകയാണ്. റസൂലുള്ളാഹി പറയാണ്, ഭാര്യയുടെ കടപ്പാടിനെ പറ്റി പറയാണ്, അവള് ഭർത്താവിന്റെ പെരുവിരൽ മുതൽ ശിരസ് വരെ അവളുടെ നാവ് കൊണ്ട് ഇങ്ങനെ നക്കി, ആ രക്തവും ചലവും നക്കിയാൽ പോലും ഭർത്താവിനുള്ള കടപ്പാട് പൂർത്തിയാവൂല. ആ ബന്ധത്തിന്റെ ഊക്കും ആഴവും ഒന്ന് പരിശോധിച്ച് നോക്ക്. ഭർത്താവ് കുടിച്ച ഗ്ലാസ് ഡെറ്റോൾ ഇട്ട് കഴുകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ കഴിച്ച ഗ്ലാസ് അല്ലേ, അതൊന്ന് കഴുകണം എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിയോ? ഒരു മാംസം ഇങ്ങനെ കടിച്ചാല് ആ കടിച്ച ഭാഗം ഭാര്യയുടെ, ആയിഷാ ബീവിയുടെ, ഒരാപ്പിളിന്റെ കഷ്ണം ആയിഷാ ബീവി കടിച്ചാൽ റസൂലുള്ളാഹിന്റെ, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ മണവാട്ടിയായി റസൂലുള്ളാഹിന്റെ മണിയറയിൽ കയറുമ്പോ ഒരു പാത്രത്തിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ പാല്, അത് റസൂലുള്ളാഹി കുടിച്ചു. എന്നിട്ട് ആയിഷാ ബീവിയുടെ നേരെ നീട്ടി. ലജ്ജിച്ചു നിന്ന ആയിഷാ ബീവിക്ക്
റസൂലിന്റെ മറ്റ് ഭാര്യമാരത് പഠിപ്പിച്ചു കൊടുത്തു. നബി ചുണ്ട് വെച്ചിടത്ത് ചുണ്ട് വെച്ച് പാല് കുടിക്കാൻ. ഈ മഹത്വം പ്രവാചക തിരുമേനിക്കല്ലാതെ ലോകത്തിന് വേറെ ആർക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുക, അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. അബ്രഹാം ലിങ്കണിൽ ലോക നായകന്മാർ ഇരിക്കുന്ന ഒരു മീറ്റിംഗിൽ അബ്രഹാം ലിങ്കന്റെ ഭാര്യ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ചായച്ചെമ്പിലെ വെള്ളം കൊണ്ടുവന്നിട്ട് അബ്രഹാം ലിങ്കന്റെ തലയിൽ ഒഴിച്ചു. അബ്രഹാം ലിങ്കന്റെ ജീവിതം പരാജയമായിരുന്നു, ദാമ്പത്യ ജീവിതം. അദ്ദേഹം അത് പറയുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരനായിരുന്നു. 2 കല്യാണം കഴിച്ചിരുന്നു, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനും എഴുത്തുകാരനായിരുന്നു കാർൽ മാർക്സ്. 2 ഭാര്യമാരുണ്ടായിരുന്നു, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. ലിയോ ടോൾസ്റ്റോയ് ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരനാണ്, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. അതുപോലെ തന്നെ ലോകത്തറിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു ബർട്രൻഡ് റസൽ, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. അല്ലേ അല്ലേ പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 5 നേരം പള്ളിയിൽ നിസ്കാരത്തിന് കൃത്യമായിട്ട് വരുന്ന ആളുകൾ, ഒന്നാമത്തെ സഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ പുരുഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അവർ പറഞ്ഞ ആള് നല്ല ആളാണ്, എല്ലാ വക്തിലും നിസ്കാരത്തിനൊക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, വരട്ടെ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് കരുതുന്നവരെ നമ്മളൊക്കെ വലിയ കാര്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അയാളെ പറ്റി അയാളുടെ ഭാര്യ എന്താ പറയണെന്നും കൂടെ നോക്ക്. അപ്പോഴേ അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ടുള്ളൂ. ഭാര്യ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പള്ളിയിൽ 5 നേരം നിസ്കരിച്ചാലും ഭാര്യക്ക് സർട്ടിഫിക്കറ്റ്. അത് പള്ളിയിൽ നിസ്കാരത്തിലൊക്കെ മുന്നിലുണ്ട്. കാരണം ഈ പള്ളിയിൽ വരുമ്പോൾ ആ അന്യന്മാരോട് കൈയൊടുക്കാനും സലാം പറയാനും ഇഷ്ടപ്പെടാനും ഒന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഭാര്യയെ 10-20 കൊല്ലം പോറ്റുമ്പോൾ അവളോട് പെരുമാറുന്ന പെരുമാറ്റം എങ്ങനെ, അതനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഭാര്യമാരുണ്ടാവും ഈ സാസിൽ പേര് ഇങ്ങക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നുണ്ടാവും. ഇപ്പോ ഇതാണ് റസൂലുള്ളാഹിന്റെ പെരുമാറ്റമെങ്കിൽ ഇങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് അല്ലേ, നിങ്ങൾ പള്ളി പ്രസിഡന്റ് അല്ലേ എന്ന് ചിലപ്പം ഭാര്യമാർ മനസ്സിൽ വരും. അത് തിരിച്ചും ചിന്തിച്ചാൽ മതി. പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഉദാഹരണം, ഫദ്ലക്കുമരിയും അദ്ദേഹത്തിന്റെ കുടുംബവും എൻ്റെ വീട്ടിൽ വന്നു എന്ന് വിചാരിച്ചോ. അപ്പം ഞാനും ഭാര്യയും പെരുമാറുന്നത് കണ്ടാൽ ഫദ്ലക്കുമരിന്റെ ഭാര്യക്കും അദ്ദേഹത്തിന് തോന്നി, ഇവർ എന്തൊരു സ്നേഹത്തിലാണ്, ഇതുപോലെ ഞങ്ങളായി. തിരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഓല് രണ്ടാളും പെരുമാറുന്നതായിട്ട് എനിക്കും തോന്നും ഞങ്ങൾ ഇവരെ പോലെ ആയിരുന്നെങ്കിൽ. സത്യത്തിൽ വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ തലേന്ന് വരെ പിണക്കിലാണെങ്കിലും ഓളോട് നമ്മൾ എന്താ പറയാറോ, പാച്ചേ നീയും ഞാനും തമ്മിൽ ഇന്ന് തെറ്റാണ്, നാളെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇജ്ജും ഞാനും നല്ല രസത്തിലും ചിരിച്ചും കളിച്ചും ഒക്കെ ബന്ധപ്പെട്ടോ പറയും. ഇത് കണ്ടിട്ടടി നമ്മൾ എന്ത് പറയണത്, ഇവരെ പോലെ നല്ല ദാമ്പത്യം എന്നും ഒരേപോലെ ആകണം. ആള് വന്നാലും വന്നില്ലെങ്കിലും അതിന് കഴിയോ? അതാ റസൂലുള്ളാഹ്, അതാ നബി സല്ലല്ലാഹു. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇരിക്കുക ഒരു സ്ഥലത്ത്. ആയിഷാ ബീവി വരേണ്ടിട്ട് ഒരു ഒറ്റ തള്ളങ്ങ് വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ് പോയി, നിലത്തേക്ക് ഇരുന്നു പോയി, ചന്തി കുത്തി ഇരുന്നു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയിഷാന്റെ ഒരു കുട്ടിക്കളി. ആയിഷാ ബീവി പ്രായം കുറഞ്ഞാൽ. അപ്പോഴേ റസൂലുള്ളാഹി പറയുന്നത് എന്താണ്, ഈ ആയിഷാന്റെ ഒരു കുട്ടിക്കളി എന്നാ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ വരിക. വന്ന് സലാം പറഞ്ഞപ്പോൾ ആയിഷാ ബീവിക്ക് ഒരു കുശുമ്പ് തോന്നിപ്പോയി. കാരണം മറ്റൊരു ഭാര്യയുടെ അടുത്ത് നിന്നാണല്ലോ വരുന്നത്, പെണ്ണിന് സൈക്കിളിലല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു തആല ഒറ്റ തടട വെച്ചു കൊടുത്തു ആ പാത്രത്തിന്. ആ പാത്രത്തിൽ മറ്റൊരു ഭാര്യ കൊടുത്തയച്ച കുറച്ച് ഭക്ഷണം ഒരു തട്ടട വെച്ചു കൊടുത്തു. വേണമെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിലോ ചാടിയുള്ള മോന്തക്കുട്ടി ടാ എന്ന് പറഞ്ഞ പൊടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. അടുക്കളയിൽ ചെന്നിട്ട് കിച്ചണിൽ ചെന്നിട്ട് വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ആയിഷാ ബീവി നോക്കി നിൽക്കി കാൽമുട്ട് മരുഭൂമിയിൽ കുത്തിവെച്ച് അവിടുന്ന് ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പൊടി തട്ടി ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് കിച്ചണിൽ കൊണ്ടുപോയി വെച്ചിട്ട് നബിയുടെ വിരിപ്പിലേക്ക്, ബെഡിലേക്ക്, അതായത് നബിയുടെ കട്ടിലിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹ്. അപ്പോഴേക്ക് തന്നെ ആയിഷാ ബീവിയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത. ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇരിക്കുക, ഓടിയിട്ട് നിലത്ത് അങ്ങോട്ട് ഇരുന്നു. ആയിഷാ ബീവി നിലത്ത് അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് 2 കൈയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിൽ വെച്ചിട്ട് പറഞ്ഞു, മാപ്പാക്കണം, അന്നവ പറ്റിപ്പോയതാ, ചിന്തിച്ചില്ല ഒന്നും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സത്യത്തിൽ നമ്മളൊക്കെ ആണെങ്കിലോ ഒരു 3 ദിവസത്തേക്ക് അവളായിട്ട് പിണങ്ങി നിൽക്കാൻ നമുക്കത് മതി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്, ആയിഷാ ബീവിയുടെ തലയിലൂടെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ചാലിച്ചു പറഞ്ഞു, ആയിഷ ഞാനല്ലാതെ ഇപ്പം ആരാ നിന്നോട് മാപ്പാക്കാൻ, എനിക്ക് സാരില്ല, പക്ഷെ ഉടഞ്ഞ പാത്രം വേറൊരു ഭാര്യൻ്റെതാണ്, അത് ഓള് കോംപ്രമൈസ് ആകുമോ എന്നുള്ളത് ഒന്നടന്ന് നോക്കളാം. അതവിടെ കഴിഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു ഭാര്യയോട് ഭർത്താവ് പിണങ്ങി. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോട് ഞാൻ പറയാണ്, പിണങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹം മിണ്ടുന്നത് വരെ, ഭർത്താവ് തന്നോട് സംസാരിക്കുന്നവരെ ഞാനും മിണ്ടൂല, കടന്നൽ കുത്തിയ മാതിരി.
ചായ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ വെക്കുണ്ടാവും. ഇങ്ങനെ മൊത്തം നോക്കുന്നു. സത്യല്ലേ? ഇങ്ങനെ ചിന്തിച്ചതൊക്കെ നമ്മുടെ പച്ച ജീവിത. കിടപ്പറയിൽ വന്നു, ഓളോട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓളെ കയ്യുമ്മൽ ഇങ്ങനെ തടവിയപ്പോ നിങ്ങളായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. ഇതെല്ലാം സംഭവിക്കുന്ന എന്തുണ്ട്? റസൂലുള്ള പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഭാര്യയോട് ഭർത്താവ് പിണങ്ങിയ ആ ഭാര്യ എന്ത് ചെയ്യണം എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്? ഓടിച്ചെന്ന് രണ്ട് ഭർത്താവിന്റെ സെടുത്ത് എന്നിട്ട് രണ്ട് കൈയും ഭർത്താവിന്റെ കയ്യിലട് കൊടുത്തിട്ട്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടാതെ ഞാനൊരു ഭക്ഷണം ഇനി കഴിക്കൂല, നിങ്ങൾ എനിക്ക് മാപ്പ് തരാതെ ഒരു ഭക്ഷണവും ഞാൻ ഇനി കഴിക്കൂല. നമ്മളോ, നിങ്ങൾ മാപ്പാക്കിയാലും വേണം, ഞാൻ എൻ്റെ വീട്ടിൽ പോകാറ്. സത്യല്ലേ? മുസ്ലിങ്ങളാണ്, മുജാഹിദുകളാണ്, സെലഫികളാണ്, സമസ്തയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. എല്ലാവരും ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കേ. സത്യല്ലേ? ഒന്ന് നല്ലോണം ആലോചിച്ച് നോക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്നുള്ള വിഷയം നമുക്ക് വേണ്ടിയാണോ? എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തിലെ അത് ഉണ്ടാവേണ്ടത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ ആയിഷ ബീവിയെ വിളിച്ചുണർത്തും. സുബൈയുടെ തൊട്ട് മുമ്പ് റസൂലുള്ള തഹജ്ജുദ് നിസ്കരിച്ച് അവസാനിക്കാൻ നേരം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആയിഷ ബീവിയുടെ കാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്നിടത്തേക്ക് വരും. ഒരു വിരിപ്പില നിസ്കാരം, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, അങ്ങക്കറിയാം. ആ വിരിപ്പിൽ നിസ്കരിക്കുമ്പോൾ നബി സുജൂദ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവും ആയിഷ ബീവിയുടെ കാല്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആയിഷ ബീവിയുടെ കാല് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് സുജൂദ് ചെയ്യും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, തൊട്ട ഒതു മുറിയില്ല. ഭാര്യമാരെ തൊട്ടാ ഒതു മുറിയോ? റസൂലുള്ള ഒതുവില, നിസ്കാരത്തില ആയിഷ ബീവിയുടെ കാല് അവിടെ മാറ്റി വെച്ചു. അപ്പൊ ആ സംശയം കൂടെ ദൂരീകരിക്കപ്പെട്ടു. സത്യല്ലേ? നല്ലോണം ആലോചിച്ചു നോക്കേ. എന്നിട്ട് ആയിഷ ബീവിയെ വിളിച്ചോണത്തു, ആയിഷ എഴുന്നേക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്. ഇനി റസൂലുള്ള പറയാണ്, ഭാര്യമാരെ ശ്രദ്ധിച്ചോളി, എന്താ പറയണേ? ഭർത്താവ് എഴുന്നേറ്റില്ല തഹജ്ജുദ് നിസ്കരിക്കാൻ, എന്നാ ഭാര്യ ചെന്നിട്ട് വെള്ളം കുടഞ്ഞു ഭർത്താവിന്റെ മുഖത്ത്. എഴുന്നേക്കി മനുഷ്യ എന്നാണ് റസൂലുള്ള പറയണം. ആ ഭാര്യയോട് അള്ളാഹ് റഹ്മത്ത് ചൊരിയട്ടെ. ചിരിച്ചു ഭർത്താവ്. അങ്ങനെ തന്നെ നമ്മളോ വെള്ളം കുടഞ്ഞാ പിറ്റേന്ന് തൊലാക്ക്, അന്ന 3 മൊയ്യും ചെല്ലി ഹമുക്കേ. സത്യല്ലേ? നമ്മളെങ്ങാൻ കിടന്നുറങ്ങുമ്പോ നമ്മളെ മുഖത്ത് വെള്ളം തെളിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ച എന്താ നമ്മളെ അവസ്ഥ? ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? ഈ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വീട് ഒരു ചെറിയ വട്ടം, നേരം പുലരുന്നവരെ. എന്താ സംഗതി? അദ്ദേഹം രാത്രി ദീർഘമായി നിസ്കരിക്കും. നിസ്കാരത്തിന്റെ അവസാനെത്തുമ്പോൾ അദ്ദേഹം ഭാര്യയെ വിളിക്കും. ഭാര്യയുടെ നിസ്കാരത്തിന്റെ അവസാനെത്തുമ്പോൾ മകളെ വിളിക്കും. അങ്ങനെ ആ വീട്ടിൽ ക്രമമനുസരിച്ച് തഹജ്ജുദ് നിസ്കാരം നടക്കുകയാണ്. നമ്മുടെ വീട്ടിലോ നേരം പുലരുന്നവരെ നമ്മുടെ മക്കള് ബെഡ്റൂമിൽ കയറി മൊബൈലിൽ കളിക്കുകയാണ്, എല്ലാ തോന്നിയാസവും ആസ്വദിക്കുകയാണ്, ബാപ്പ ഉമ്മ ഒക്കെ. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ലോകം മാറിപ്പോയി. അതുകൊണ്ട് എല്ലാവരും മരണാനന്തര ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ജീവിച്ചു മരിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ. അത് ഗൗരവമായി പഠിക്കുകയാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യമാരെ എത്രത്തോളം ആശ്വസിപ്പിച്ചിരുന്നു റസൂലുള്ള. അതൊരു വലിയ കാര്യമല്ലേ? ഭാര്യമാരോട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആയിഷ ബീവി നബിയുടെ സ്നേഹം പരിശോധിച്ച രംഗങ്ങളുണ്ടായി. അതായത് മദീനയിൽ പെരുന്നാൾ ദിവസം കളരിപ്പയറ്റ് നടത്താൻ വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരും. അപ്പൊ അത് കാണണം. പള്ളിയിൽ ഈ കളരിപ്പയറ്റ് കാണുക ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. മറ്റുള്ളവരെ പേടിപ്പെടുത്തേണ്ട ശാഖനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. ഒരാഘോഷം, വിനോദം എന്നുള്ളവർക്ക് നമ്മൾ കരാട്ടയൊക്കെ കാണുന്നത് പോലെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആയിഷ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അപ്പൊ നബിയുടെ ഷോൾഡറിൽ ആയിഷ ബീവി താടി കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുറേ സമയം ആയിഷ ബീവി ഇങ്ങനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ മതിയോന്ന്? നബിയുടെ ഷോൾഡറിൽ ആയിഷ ബീവിയുടെ താടി വെച്ചിട്ട് നബിക്ക് കനം തൂങ്ങാണ്. ആയിഷ മതിയോന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഇല്ല, കുറച്ചുകൂടി വേണം. വീണ്ടും റസൂലുള്ളാഹി അവിടെ വെച്ചു കൊടുക്കുകയാണ്. വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുക, ആയിഷ മതിയായോന്ന്? ഇല്ല. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി എന്നെ എത്രത്തോളം നബിക്ക് എന്നോട് ഇഷ്ടമാണ് എന്ന് പരിശോധിക്കാൻ. അത്ര ഇഷ്ടം അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല റസൂലുള്ളാഹി ഓടിയിട്ട് ഇതുപോലെ മണലാരണ്യത്തിൽ ഓടിയപ്പോൾ റസൂലുള്ളാഹി തോറ്റുപോയി. ആയിഷ ബീവി ജയിച്ചു. പിൽക്കാലത്ത് ആയിഷ ബീവി അല്പ തടിയൊക്കെ വെച്ചപ്പോ ആയിഷ ബീവി റസൂലുള്ളാഹി ഓടി, അവിടെ റസൂലുള്ളാഹി ജയിച്ചു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്നത്തെ മറുപടി കേട്ടോ. എന്ത് രസമുള്ള ജീവിതമായിരിക്കില്ലേ? എത്ര പ്രായമായിട്ട് റസൂലുള്ളാഹിന്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ഈ സ്നേഹം, ഇത് സിനിമയല്ല, സീരിയലല്ല, കഥയല്ല, നോവലല്ല, അല്ല, ഇത് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചു തീർത്ത മഹാജീവിതം. ആ ജീവിതത്തിന്റെ പൊരുൾ അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെക്കുകയാണ്. നബിയുടെ തലക്ക് കനം തൂങ്ങുകയാണ്. നബി മരിക്കാൻ പോവാണ്.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ മാമന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കൊള്ളിയുണ്ട്, പല്ല് തേക്കാനുള്ള ഒരിത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരക്കമ്പിലേക്ക് നോക്കി. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല നബിയുടെ നേരെ ചെന്നിട്ട് അവരുടെ വായ നബിയുടെ കാതിലേക്ക് വെച്ചിട്ട് ചോദിച്ചു, അല്ല പല്ല് തേക്കാൻ അത് വേണോ, ആഗ്രഹിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാമന്റെ കയ്യിൽ ആ കൊമ്പ് വാങ്ങി, എന്നിട്ടത് വായിലിട്ടു. ശരിക്കും ശ്രദ്ധിക്കണം, ഭാര്യയുടെ വായിലിട്ടു. അപ്പൊ ഭാര്യയുടെ തുപ്പലും ഉമിനീരും ഒക്കെ ഉണ്ടാവുമല്ലോ. ശരിക്കും ചിന്തിക്ക്, അതിങ്ങനെ കടിച്ചു പരിവപ്പെടുത്തി പാകപ്പെടുത്തി മയപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, ഭാര്യമാരെ നമുക്കതിനുള്ള സൗഭാഗ്യം ഉണ്ടാവണം. ഭർത്താവിന്റെ തല മടിയിൽ വെച്ച് ഭർത്താവ് മരിച്ചു പോകുന്നതിലെ തിരിച്ച് ആയിഷ ബീവി പറയാണ്, ഞാൻ വലിയ ഭാഗ്യവതിയാണ്, വലിയ ഭാഗ്യവതിയാണ്. എന്താ, ലോക ഗുരു എന്റെ മടിയിലിരുന്നു കൊണ്ടാ മരിച്ചത്. തീർന്നില്ല, എന്റെ ഉമിനീരും എന്റെ പ്രവാചകന്റെ ഉമിനീരും, ലാസ്റ്റ് എന്റെ ഉമിനീര് നബിയുടെ വായിലൂടെ ഇറങ്ങിപ്പോയിക്കൊണ്ടാണ് ഞാനും റസൂൽ എന്നിൽ നിന്ന് വിട പറഞ്ഞത്. അങ്ങനൊരു സ്നേഹം സിനിമയിലും സീരിയലിലും അല്ലാതെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ തമ്മിലുണ്ട്. എന്നും ഭാര്യയെ കാണുമ്പോൾ പുതുമ. നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നല്ലേ? അല്ലേ? നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നല്ലേ? സത്യമല്ലേ അത്? ആ സന്തോഷം എങ്ങനെ ഉണ്ടാവുക? ഭാര്യ, അതായത് അവൾ ഓരോ നിമിഷവും ഞാൻ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ ഭർത്താവിനെയാണ്. മിക്കവാറും നമ്മുടെ ഭാര്യമാര് പുറത്തു പോകുമ്പോഴാണ് നന്നായി ഒരുങ്ങുക. അപ്പൊ ഭർത്താവ് ഇങ്ങനെ നോക്കൂ, ആളെ മാറിപ്പോയോ, ജിന്റെ കെട്ടിയോള് തന്നെയല്ലേ, എനക്ക് എന്തൊരു ചൊറുക്ക. പക്ഷെ അവന്റെ കൂടെ മണിയറയിൽ വരുന്ന എങ്ങനെ, എല്ലാ അഴുക്കും ഡ്രസ്സിലാക്കിയിട്ട്. ശരിക്കും എന്താ വേണ്ടെന്ന് നേരത്തെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിലാവുമ്പോൾ ഭാര്യക്ക് പണി കൂടും. അവിടെ നമ്മൾ ആരും ചെയ്തിട്ടില്ല, ചെയ്യണം, നമ്മൾ ചെയ്യണം. അതെന്താ അത്? ഇപ്പോൾ ഒരു ഒരുപാട് മക്കള് അല്ലെ കുടുംബം ഭക്ഷണമൊക്കെ കഴിച്ച് തോനെ ഒത്തിരി പാത്രങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഗ്ലാസ് പ്ലേറ്റ് അതുപോലെ പലതും, കറി വിളമ്പിയ പാത്രങ്ങൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വേഗം ബെഡ്റൂം പോയിട്ടുള്ളവർ നീ വേഗം വരണം കേട്ടോ, ബെഡ്റൂമിലേക്ക് വരണം എന്ന് പറയും. ആ സാധുവിന് 1 മണിക്കൂർ പണി ഉണ്ടാവും അടുക്കളയിൽ. നേരെ മറിച്ച് ആ 1 മണിക്കൂർ നമുക്ക് അരമണിക്കൂർ ആക്കാം. എങ്ങനെ ബോധപൂർവം ശ്രമിച്ച അരമണിക്കൂർ. 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, 1 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചു വരുമ്പോഴേക്ക് ഭർത്താവ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. കാറ്റ് പോയി, വെള്ളം പോയി. നമ്മൾ വന്നു നോക്കുമ്പോൾ ഭർത്താവ് ഉറങ്ങി. നേരെ മറിച്ച് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ബെഡ്റൂമിൽ എത്താൻ ഒരു പണിയുണ്ട്. അതെന്താ, 1 മണിക്കൂറാണല്ലോ അവള് പാത്രമൊക്കെ കഴുകേണ്ടത്. ഭർത്താവും കൂടെ കിച്ചണിൽ ചെല്ലുക. 30 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 15 എണ്ണം മൂപ്പര് കഴുകുക, 15 എണ്ണോളൂ. അരമണിക്കൂർ ചുരുങ്ങി കിട്ടി. അരമണിക്കൂർ 2 ആളെ ജീവിതത്തിലും കിട്ടി. ആ അരമണിക്കൂർ 2 ആളും ഒന്നിച്ച് 2 ടോയ്ലറ്റ് കയറി വൃത്തിയായി ബെഡ്റൂമിലെത്തുന്നു. സന്തോഷകരമാണ്. ബോധപൂർവ്വം ഇടപെടണം, ജീവിതത്തിൽ ബോധപൂർവ്വം ഇടപെടണം, സഹായിക്കണം. രാവിലെയായി ഭാര്യക്ക് കുട്ടികളൊക്കെ പറഞ്ഞേക്കണം, ഒന്ന് മുറ്റടിക്കണോ അടിക്കണം, ചൂലെടുക്കണോ എടുക്കണം, തേങ്ങ ചിരണ്ടണം, ഫിഷ് കട്ട് ചെയ്ത് കൊടുക്കണം, പച്ചക്കറി കട്ട് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ്, രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ പള്ളിയിൽ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആണുങ്ങൾ കിടക്കും. ചിലപ്പോൾ ഞാൻ 1 മണിക്കൂർ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കും. ഭാര്യയോടെ നമ്മൾ എന്താ പറയുക, എടി 8 മണിയാകുമ്പോൾ നീ എന്നെ വിളിക്കണം. അപ്പോൾ അവൾ പറയും, നിങ്ങൾ കിടന്നോളൂ, ഞാൻ ചായ ആയിട്ട് നിങ്ങളെ വിളിക്കാം. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്, അവൾ രാവിലെ സുബഹിസ്കരിച്ച് നമ്മൾ പറയുകയാണ്, ഞാൻ 2 മണിക്കൂർ കിടക്കട്ടെ, 8 മണിക്ക് പുട്ടാവുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാവുമോ? ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിൽ എവിടൊക്കെ വസ്ത്രം ഉണ്ടോ അത് മുഴുവനും അയച്ച് ചുരുട്ടി ഓളെടുത്തേക്കാട്ട് എറിഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ഓളൊരു വസ്ത്രം അങ്ങനെ അയച്ചിട്ട് ചുരുട്ടി എറിഞ്ഞ് അലക്കൂടി കാക്ക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇസ്ലാമിൽ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട, നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു തരാൻ ഓൾക്ക് ബാധ്യത ഒന്നും അല്ല പറഞ്ഞിട്ടില്ല. ഒരു സ്വമേധയാ ചെയ്തെന്നാ നമ്മൾ ചെയ്തോളുക, അത്രയാ. പക്ഷേ എന്ത് വർക്കും അവൾക്കാണ്. നമുക്ക് 10 ദിവസം ലീവ് കിട്ടിയാലോ, നമ്മൾ വീട്ടിലുള്ള ദിവസമാണ് ഭാര്യ ഏറ്റവും നല്ല ഭക്ഷണം വെക്കുക. അല്ലെങ്കിൽ ഭാര്യമാരെന്താ ചെയ്യറിയോ, തലേന്നുള്ള പരിപ്പ് കറി ഒന്നുകൂടി ചൂടാക്കി പിറ്റേന്ന്. നേരെ വെച്ച് ഭർത്താവ് ഉണ്ടെങ്കിലോ നല്ല ഭക്ഷണം എല്ലാം ഉണ്ടാക്കും. അന്നാ ഓള് നല്ലോണം ഭക്ഷണം കഴിക്കണേ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഭർത്താവിന് ഓഫീസിൽ പോയാൽ ശമ്പളം ഉണ്ട്, ഓൾക്ക് കിച്ചണിൽ രാവും പകലും പണിയെടുത്ത ആരാ ഓൾക്ക് ശമ്പളം കൊടുക്കണേ? ആ പെണ്ണിനെ കുറിച്ച് ആ റസൂലുള്ളാഹി പറഞ്ഞത്, അവളെ അള്ളാഹു നിനക്ക് കീഴ്പ്പെടുത്തി തന്ന നിന്റെ അടിമയല്ല. 1-ാമത്തെ മേഘന കാർട്ട മനുഷ്യാവകാശ പ്രഖ്യാപനം. അത് ഓർക്കണം നമ്മളിങ്ങനെ യാത്ര പോകും. ഞങ്ങളൊക്കെ ചിന്തിക്കുന്നതാണ്. ഞാനിവിടെ 6 മക്കളുണ്ട്.
ഒറ്റക്ക് ചെയ്യണം രാവിലെ എല്ലാം. അതിൻ്റെ ഒരു പ്രയാസം നമ്മളൊക്കെ ആലോചിക്കുക, തമ്മിൽ ആലോചിക്കുക. നമുക്ക് സ്വർഗം കിട്ടണം, അതിന് എന്ത് വേണമെന്നറിയോ? അതുകൂടെ ഞാൻ പറയാ. ഭാര്യയും ഭർത്താവുമായിട്ട് 10-20 കൊല്ലമൊക്കെ ജീവിച്ചു. സാധാരണഗതിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഉഷാറാണെന്നൊക്കെ പറയും. പിന്നെ ഒരു കുട്ടിയോ 1-2 കുട്ടിയൊക്കെ ആയാലോ, അങ്ങനൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോവുകയല്ലേ. അങ്ങനെ ഒരു ഒയന്നോവർ ദാമ്പത്യം അതല്ല. ഓരോ ദിവസവും എന്താ ലി തസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന് പറഞ്ഞ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ എന്ന് എന്തിനാ അല്ലാഹ് 30-ാം അധ്യായം 21 പറഞ്ഞ്? നീ അവളിലേക്ക് സമാധാനം അടയാൻ, ശാന്തി അടയാൻ അല്ലേ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അന്യ സ്ത്രീനോട് ഫോൺ വിളിച്ചിട്ട് എത്ര മണിക്കൂറും കൊഞ്ചാന് ഒരു മടിയും ചില ഭർത്താക്കന്മാർക്ക് ഉണ്ടാവില്ല. തിരിച്ചു ഓളും അങ്ങനെ തന്നെ. നമ്മളെന്താ വെച്ചാൽ ഓഫീസിൽ അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന പെണ്ണ് കൊഞ്ചി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇവളെ പോലെ ആയില്ലല്ലോ എൻ്റെ ഭാര്യയാന്ന്. സത്യത്തിൽ നമ്മൾ നമ്മുടെ ഭാര്യനോട് കൊഞ്ചാത്തോണ്ട് ഓളും കൊഞ്ചില്ല. ഓളോട് കൊഞ്ചി നോക്കി, ഓള് കൊഞ്ചു. ഇത് അന്യനോടല്ല, അവനാന്റെ ഭാര്യനോട് മുത്തേ ചക്കരയെന്നൊക്കെ വിളിച്ച എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അങ്ങനെ വിളിക്കാനില്ല. ഓളെ ശരിക്ക് പക്കായിട്ട് ഇവിടെ അങ്ങനെ പോത്തിനെ നയിക്കണ മയിറില്ലേ, അതല്ല. അവളോടാ കൊഞ്ചേണ്ടത്, അവളോടാ നിങ്ങൾ കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വീട്ടിലേക്ക് ഇങ്ങനെ ധൃതിയിൽ വരികയാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഊഴമാണ് അന്ന്, ആയിഷ ബീവിയുടെ ദിനമാണ്. വന്ന ഉടനെ സലാം പറഞ്ഞ് സലാം അടക്കിയിട്ട് ആയിഷ ബീവി അല്പം റൊമാൻറ്റിക് മൂഡിൽ പറയണെന്തറിയോ? നിങ്ങൾക്ക് നിങ്ങളെ മാറിടത്തിലേക്ക് തല വെച്ച് കിടക്കണോ? ആയിഷ ബീവി പറയാണ്, ഇന്ന് എനിക്ക് നിങ്ങളെ മാറിടത്തിലേക്ക് തല വെച്ച് കിടക്കണോന്ന്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ സംഗതി ശരിയാണ്, ഇന്ന് നിന്റെ ഊഴമാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആനിലെ 2 വചനം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. നീ പായ എടുത്തിട്, ഞാൻ നിസ്കരിക്കട്ടെ എന്ന്. ആയിഷ ബീവിക്ക് വേഗം മനസ്സിലായി വഹി ഇറങ്ങുന്ന റസൂലാണ്. അതുകൊണ്ട് ആയിഷ ബീവി വേഗം പായിട്ട് കൊടുത്തു. കരഞ്ഞുകൊണ്ടേ റസൂലുള്ളാഹി നിസ്കരിച്ചു. അപ്പൊ അവരൊക്കെ ജീവിച്ചു. അത് വലിയ ഗൗരവമായി നമ്മൾ കാണണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവി ഉപേക്ഷിക്കുമ്പോൾ അവസാനം ചോദിക്കല്ലേ, അല്ല പറഞ്ഞിട്ടാണോ? അല്ല പറഞ്ഞിട്ട്, എന്നാ ഞങ്ങൾക്ക് അല്ല മതി. അതാ നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനിവിടെ ഇത് കൂടുതൽ പറയണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി മാനവരിൽ മഹോന്നതൻ എന്ന് പറയുമ്പോൾ ഇതൊരു വ്യത്യസ്തമായ തലമാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത ജീവിതചര്യ അത് അവര് പകർന്നു നുകർന്നു. അതുകൊണ്ട് തന്നെ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ജേതാക്കന്മാരായി, നേതാക്കന്മാരായി, ഏത് വിഷയത്തിൽ അവർ മാതൃകയായി. അങ്ങനെ മാതൃകയാകണമെന്നാണ് ഈ ദ്വീപിലെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളോടും നമ്മൾ പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന അതാണ്, അല്ലാതെ കള്ളക്കഥകളോ. നേരത്തെ പറഞ്ഞ ഞാൻ ആ ബെയ്ത്തിന്റെ പണ്ട് NP അബ്ദുൽ ഖാദർ മൗലവിയിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഏത് പള്ളിയിൽ വെച്ചിട്ട് ബിംബങ്ങളോട്, അതല്ല ബിംബങ്ങളെ നിങ്ങൾ എന്താ തലകുത്തി നിൽക്കണത്, നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾ എന്താ കരയണത് എന്ന് പള്ളിയിൽ വെച്ചിട്ടാണ് ബിംബാരാധകരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബിന്റെ ഉമ്മത്ത് അല്ലേ. ആലോചിച്ചു, അല്ലാഹുവേ വബനിയ അൻ അഅ്ബുദൽ അസ്നാം. അവിടെ നമ്മൾ പള്ളിയിൽ നിന്ന് ബിംബത്തെ കുറിച്ച് സങ്കടം പറയണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ നിങ്ങളോട് പറയണെന്നറിയോ? നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഇവിടെ ഈ നാട്ടിലിപ്പോൾ ഇന്നലെ മുതൽ ഞാനൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ 2 വീലറിൽ അങ്ങോട്ട് പോകുന്നു, അവിടെ ഇങ്ങോട്ട് വരുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, നടന്നു പോകുന്നു, ഇവിടുത്തെ ജനങ്ങളുമായി കാണുന്ന കുട്ടികൾ കൈ കൊടുക്കണ്. എന്താ, നമ്മളൊക്കെ അള്ളാന്റെ കോടതിയിൽ നമ്മൾ അള്ളാന്റെ അടിമകളാണ്. അവിടെ നമ്മൾ രക്ഷപ്പെടണം, അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ആ രക്ഷപ്പെടാൻ നമ്മൾക്ക് എത്ര വിനയപ്പെടാൻ പറ്റുമോ അങ്ങനെ വിനയപ്പെടേണ്ടവരാണ് നമ്മൾ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം നടത്തിയ പോലെ കച്ചവടം നടത്തണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മാർക്കറ്റിൽ വന്നു. ഈത്തപ്പഴത്തിൽ വെള്ളം ചേർത്ത് വിൽക്കുന്ന ചിലരെ കണ്ടു റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ളാഹി 2 കൈ കൊണ്ട് ഈത്തപ്പഴം എങ്ങനെ മാന്തി നോക്കിയപ്പോ വെള്ളം ഇങ്ങനെ ഇറങ്ങാ തായോട്ട്. റസൂലുള്ളാഹി ചോദിച്ചു, പടച്ചോനെ പേടിക്കുന്നില്ലേ? ഇതെന്തൊരു അന്യായമാണ്. കാരണം ഈത്തപ്പഴത്തിൽ വെള്ളം ചേർന്നാൽ വെയിറ്റ് കൂടും, അപ്പൊ തൂക്കം കൂടും. കുറച്ച് എണ്ണം തൂക്കം കൂടുതൽ, അത് വഞ്ചനയാണ്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അബ്സനുഹും യുഖ്സിറൂൻ അലാ യളന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകനാഥന്റെ മുമ്പിൽ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അവിടെ നമ്മൾ നരകത്തിലായി പോവും. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അത് എത്രത്തോളം നിറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് 2-3 സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ അത് പറയും. ഞാൻ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നബിയുടെ പേരക്കുട്ടി ചെറിയ കുഞ്ഞല്ലേ, ഫാത്തിമ ജീവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കരളിന്റെ കരൾ എന്നാണല്ലോ റസൂലുള്ളാഹി. ആ ഫാത്തിമ ബീവിയുടെ കൊച്ചു മക്കള്
പൊതുമുതലിൽ കൂട്ടിയിട്ട ഈത്തപ്പഴം, അതിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്തിട്ട് ഒരു കാരക്ക എടുത്തിട്ട് വായിലിട്ടപ്പോ ഹബീബായി റസൂലുള്ളാഹി പറയുന്നത്, മോനെ തുപ്പിക്കള, തുപ്പ് മോനെ എന്നിട്ട് വായിൽ കൈയിട്ടിട്ട് ആ ഈത്തപ്പഴം പൊതുമുതലിൽ നിന്ന് നമുക്ക് തിന്നാൻ പറ്റില്ല. ആ കുട്ടി കരഞ്ഞു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കാരക്ക എടുത്തവൻ വായിലിട്ടില്ല. നബി അനുവദിച്ചില്ല ഹറാം തിന്നാൻ. ജീവിതത്തിൽ ഒരിക്കലും നബി ഒരുത്തന്റെ സ്വത്തിൽ നിന്നും ഒന്നും ഭുജിച്ചിട്ടില്ല. നമ്മൾ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നബിയെ അനുവർത്തിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഭാര്യമാരുണ്ട്. സഹാബത്ത് വീട്ടിൽ നിന്ന് സുബൈ, അതായത് പള്ളിയിൽ നിന്ന് സുബൈസ്കരിച്ചു, ദിക്റോ കഴിഞ്ഞ് വീട്ടിൽ വരും. എന്നിട്ട് ചായ കുടിച്ച് അവർ ജോലിക്ക് പോകും. ജോലിക്ക് പോകുമ്പോൾ ഭാര്യമാരെന്താ ചെയ്യണത്? വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഉടല് മുഴുവനും ഉള്ളിലും തല പുറത്തേക്കും ആക്കിയിട്ട് അവർ പറയുമായിരുന്നു എന്നാ. എന്ത്? അതെ, ഭാര്യമാര് പറയുമായിരുന്നു സഹാബികളോട്, അതെ നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, ഉപജീവനം തേടി പോവുകയാണ്, ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണ്, നിങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, പൈസയൊക്കെ, അത് ഹറാമാണോ ഹലാലാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പടച്ചോനെ ഓർത്തിട്ട് ഞങ്ങൾ പട്ടിണി കിടന്നോളാം. പക്ഷേ ഇയ്യാക വകസബൽ ഹറാം, നിങ്ങൾ ഹറാമിനെ സൂക്ഷിക്കണം, ഹറാമ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത്. നമ്മളോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടെ ഞാൻ ചോദിക്കണേ, ഭർത്താവിനോട് ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? രണ്ട് കയ്യിലും പോത്തർച്ചയും കാളർച്ചയും ഒക്കെ കൊണ്ടുവന്ന് നല്ലോണം ഉണ്ടാക്കി തിന്നുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഭർത്താവിനോട് ഞങ്ങൾ പട്ടിണി കിടന്നോളാം, ഇത് ഹറാമാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അതായിരുന്നു അവർ. അതുകൊണ്ടാണ് റസൂലുള്ള മാനവരിൽ മഹോന്നതനായത്, സഹാബിമാർ മാനവരിൽ മഹോന്നതനായത്. അങ്ങനെ ആകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാണ്, തിന്മയായ ഒരു കാര്യത്തിലാണെങ്കിൽ ആ തിന്മയിൽ നിന്ന് ഏറ്റവും ദൂരം വിട്ടു നിന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നന്മയാണോ അതിൽ ഏറ്റവും മുൻപന്തിയിൽ റസൂലായിരുന്നു. ഞാൻ ഓതിയ ഒരു ഖുർആനിക വചനം അർത്ഥം പറയാം, ഇന്ന് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, സൂറത്ത് ആറാഫിലെ 157 വചനം, അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തുബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട നിരക്ഷരനായ ഈ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും അനുവദിക്കുന്നു, എല്ലാ ചീത്ത കാര്യങ്ങളും അദ്ദേഹം നിരോധിക്കുന്നു. നിങ്ങൾക്ക് പൗരോഹിത്യം ചാർത്തിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിമോചിപ്പിക്കുന്നു. അവിടെ ഖുർആൻ ഉപയോഗിച്ചൊരു പദം എന്താണ്? യുഹില്ലു ലഹുമുത് തയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. നമ്മൾ പെപ്സി കുടിക്കുന്നു, കോള കുടിക്കുന്നു, പാടുണ്ടോ ഇല്ലേ? അള്ളാന്റെ ഗ്രന്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ഇത് പെപ്സി കുടിക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. റസൂലുള്ള നല്ല പാനീയങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കുന്നു. പെപ്സിയും കോളയും നല്ലതാണോ? ഒരു പല്ല് കുത്തിക്കുഴിച്ച് പെപ്സിയിലോ കോളയിലോ ഇട്ടാൽ ഒരാഴ്ച കഴിഞ്ഞാൽ അത് ഈ ദ്രാവകത്തിൽ ലയിച്ചു പോവും. അത്ര വലിയ മാരകമായ കോള കുടിച്ച് മരിച്ചു. കോളയും പെപ്സിയും കുടിക്കല്ലേ എന്ന് പറയുന്ന ഏത് അടിസ്ഥാനത്തിലാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലത് കുടിക്കാനാ നമ്മളോട് പറഞ്ഞേ, നല്ല ഭക്ഷണം കഴിക്കാനാ നമ്മളോട് പറഞ്ഞേ. പന്നിമാംസം കഴിക്കരുത് എന്ന് പറഞ്ഞു. ആരോഗ്യത്തിന് ഹാനികരമാകുന്നതൊന്നും നമുക്കറിയാം. സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നത് നമ്മൾ പറയുന്നു അത് ശരീരത്തിന് ഹാനികരമാണ്. പുകവലിക്കുക എന്ന് പറഞ്ഞാൽ സമയം, പണം, അതുപോലെ ജീവിതം, ആരോഗ്യം ഒക്കെ. നന്നായിട്ട് പുകവലിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ഒരു പെണ്ണെങ്ങനെ കിടക്കും? നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ റൂമിൽ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരുത്തനെ നിങ്ങൾ കിടത്തി നോക്ക്, എന്നിട്ട് അയാളുടെ കൂടെ കിടന്നു നോക്ക്, ചിലപ്പോൾ നിങ്ങൾ മരിച്ചു പോകും. ചിലപ്പോൾ നിങ്ങൾ മരിച്ചു പോകും. ഈ നിക്കോട്ടിൻ്റെ വായുവിലൂടെയുള്ള, മാത്രമല്ല അയാൾ എങ്ങനെ ചുംബിക്കും ഭാര്യയെ? എങ്ങനെ ചുംബിക്കും? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിലാണ് കഞ്ചാവ് കൃഷിയുടെ ഒക്കെ ആരംഭം. ഉലമാക്കൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഹറാമെന്നാ പറഞ്ഞ്. ഈ ലക്ഷദ്വീപുകളിലൊക്കെ മയക്കുമരുന്നോ കഞ്ചാവോ കൊണ്ടുവന്ന് വിൽക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ, ചെയ്യരുത്. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം നൽകി. സിനിമാ തിയേറ്ററുകളില്ല, കള്ളുഷാപ്പുകളില്ല, അനവധി ചിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴിക്കോടോ എറണാകുളത്തോ ഒക്കെ ഇറങ്ങിയാൽ സെക്സ്, അതായത് പെണ്ണുങ്ങളുടെ വൃത്തികെട്ട പോസ്റ്റർ ഇല്ലാത്ത ഒരൊറ്റ ചുമരുമില്ല. ഇവിടെ ഉണ്ടോ? അത് രാഷ്ട്രീയ ബോർഡ് പോലും കുറഞ്ഞ ബോർഡാണുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് എത്ര അനുഗ്രഹം ചെയ്തു, എന്നിട്ട് സ്വർഗം നഷ്ടപ്പെട്ടാൽ എന്താ അവസ്ഥ? സുഹൃത്തുക്കളെ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ദ്വീപുകളിലേക്ക് ഒരു കപ്പലിൽ ഒരു മൊയ്ലിയാരും വരരുത് നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. ഞാൻ വെറുതെ പറയല്ല. സക്കാബിമാരും ഫൈസിമാരുമായി മൊയ്ലിയാന്മാര്
കൊച്ചിയിൽ ബേപ്പൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും കപ്പൽ കയറി നിങ്ങൾക്ക് എത്ര ഇല്ലാണ്ടാക്കാൻ പറ്റുമോ, അത് അങ്ങക്ക് നിങ്ങളുടെ നാടിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം. ഏറ്റവും വലിയ അപകടകാരികൾ അവരാ. നിങ്ങളൊരു സിനിമാ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ ഒരു മൊയ്ലിയാർ എങ്ങോട്ട് കൊണ്ടിരുന്ന അപകട. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ആ മൊയ്ലിയാരങ്ങളെ ക്ഷണിക്കുന്നത് ഷിർക്കിലേക്കും കുഫറിലേക്കുമാണ്. ഖുർആൻ ദുർവ്യാഖ്യാനിക്കാനാണ്. നല്ലവണ്ണം ആലോചിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ ദുനിയാവില്, പിന്നെ ആഖിറത്തിലാ. ഇമാം ഗസാലി പറഞ്ഞ വാചകം ഞാൻ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഉറങ്ങുക, ഗഫലത്തിലാണ്. നമ്മൾ ഉണരും മരണത്തോടു കൂടി. നാളെ ഇൻഷാ അല്ലാഹ് ഞാനത് പറയും. മരണം മറന്ന സമൂഹം എന്ന വിഷയത്തിൽ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് വരും. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ബോധപൂർവം ജീവിതത്തിൽ ഇടപെടി. ഇന്ന് രാത്രി ഇവിടെ ഒരുപാട് പ്രസംഗം നടന്നു. ഈ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഏതൊക്കെ പ്രസംഗത്തിന്റെ പോയിന്റുകൾ ഓരോരുത്തരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതേ, ആ ശരിയല്ലേ പിൻപറ്റേണ്ടത്, ആ സത്യമല്ലേ പിൻപറ്റേണ്ടത്. അല്ലാഹ് നമ്മളോട് എന്താ പറഞ്ഞേ? 9-ാം അധ്യായം സൂറത്ത് തൗബ 1:9 119. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, പടച്ചോനെ പേടിക്ക്, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കീൻ. എന്താ അതിന്റെ അർത്ഥം? ഉസ്താദുമാരുണ്ടാക്കുന്ന ജൽപ്പനത്തെ നിങ്ങൾ കാര്യാക്കണ്ട, നിങ്ങൾ ആ മുജാഹിദുകൾ പറഞ്ഞ് കേട്ടോളീൻ. അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ അതിന്റെ അർത്ഥം അതാ. മനസ്സിലായി നിങ്ങൾക്ക്? കാരണം നമ്മൾ കളവ് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് തിരുത്തണം എന്നാ എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു മുജാഹിദ് അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നുണ്ടോ? എന്നാ അത് അപാരമായ പാതക. അത് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പിലാണ് ഞാൻ പറയുന്നത്. ഈ മുജാഹിദുകൾ നിങ്ങളോട് പറയുന്നത് ഈ ഹക്കാണ്. ആ ഹക്ക് ഖുർആനും സുന്നത്തും വെച്ചുള്ള ഹക്ക് അല്ലേ? ആ ഹക്കിലേക്കല്ലേ ക്ഷണിക്കുന്നത്? വതവാസൗ ബിൽ ഹക്കിലെ ഹക്ക് എന്താ? ഖുർആനല്ലേ? ആ ഖുർആനിലേക്ക് ക്ഷണിക്കുക. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. അതിനെ മനസ്സിലാക്കിയ സഹാബത്തിന്റെ ജീവിതത്തിലേക്കാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഈ നാട്ടിൽ പള്ളിയിലും അവിടെയും ഇവിടെയും ദർസുകളിലൊക്കെ മുസ്ലിയാക്കന്മാരുണ്ടാവും. നാളെ നിങ്ങൾ അവരെ സൗമ്യമായി കൊണ്ടുവരി. നിങ്ങൾ ഉസ്താദുമാര് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? മുജാഹിദുകൾ നിങ്ങളെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു. നാളത്തെ മുഖാമുഖം ചുരുങ്ങിയ സമയമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാരെ നേർക്ക് നേരെ കൊണ്ടുവന്ന് ഞങ്ങൾ അവർക്ക് കൂടെ കസേരയിട്ട് കൊടുക്കും. അവര് ചോദിക്കട്ടെ, ദീനല്ലേ? യസ്അലൂനക അനിർ റൂഹ് യസ്അലൂനക മാദാ യുൻഫിഖൂൻ യസ്അലൂനക അനിൽ മഹീലി. അവർ നിന്നോട് ചോദിക്കുന്നു 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 ചോദിക്കുന്നു. അങ്ങനെ ചോദിക്ക്. ഖുർആനിലെ സുന്നത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്നത് ഞങ്ങൾ നിങ്ങളോട് പറയും. അല്ലെങ്കിൽ വസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവില്ലാത്തത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറയും. അറിവുള്ളവരോട് ചോദിക്കും, എന്നിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇവിടെയുള്ള പ്രവർത്തകരുടെ മൊബൈലിലേക്ക് അതിന്റെ ഡീറ്റെയിൽ വിടും. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നമുക്കൊരുമിച്ച് മുന്നേറാം, നമുക്കൊരുമിച്ച് സ്വർഗത്തിൽ പോകാം. കാരണം കുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. അറിവെന്നാൽ അത് ഖുർആനിനെ കുറിച്ചാണ്. അറിവെന്നാൽ അത് റസൂലുള്ളാഹിനെ കുറിച്ചാണ്. അറിവെന്നാൽ അതനുസരിച്ച് ജീവിച്ച സ്വഹാബത്തിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് കരഗതമാക്കി ഇവിടെ നടന്നിട്ടുള്ള മുഴുവൻ ചർച്ചകളെയും ഭംഗിയായി ശ്രദ്ധിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ സന്നദ്ധരാകണം. അതിനാ നമ്മൾ ശരിക്കും പഠിക്കണ്ട്. നാളെയും മറ്റന്നാളും ഇവിടെ പരിപാടിയുണ്ട്. നാളെയും മറ്റന്നാളും ഉണ്ട്. ഹുസൈൻ സലഫി എല്ലാവരും കേട്ടൊരു മനുഷ്യനാണ്. അള്ളാഹുവിന്റെ തൗഹീദ്, ഏകത്വം ഒരുപാട് സദസ്സുകളിൽ പറഞ്ഞ ആളാണ്. തൗഹീദും സുന്നത്തും പരലോകവും അദ്ദേഹത്തിന്റെ മുഖ്യ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടല്ലോ അദ്ദേഹം നാളെ ഈ മണ്ണിലെത്തും. ഞാൻ പറയണത്, നിങ്ങൾ ഉസ്താദുമാര് പറയുന്ന കളവിലുകളും നിങ്ങളൊന്ന് കേട്ടു നോക്കി നല്ലവണ്ണം. ഞാനിവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും APEK സുന്നികളിലൊക്കെ പെട്ടവരുണ്ടെങ്കിൽ, ത്വരീക്കത്തിലൊക്കെ പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ നിങ്ങൾക്ക് കസേര ഇട്ട് തരും. ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾക്ക് ഒഴിഞ്ഞു തരും. നിങ്ങൾ ആ കസേരയിൽ വന്നിരിക്കുക, കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ നല്ലോണങ്ങൾ ചോദിക്കുക. അങ്ങനെ പരസ്പരം ചോദിച്ചും മനസ്സിലാക്കിയും നമുക്ക് നല്ല നിലക്ക് മുന്നേറാം, പഠിക്കാം. ഇനി വരുന്ന 2 ദിവസങ്ങൾ, നാളെ സുബൈ നിങ്ങൾ പള്ളിയിൽ എന്നാൽ അവിടെ ഉണ്ടാവും ക്ലാസ്, അതിനുശേഷം ഉണ്ടാകും ക്ലാസ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇന്ന് കുറെ വീടുകളിൽ കയറി ഇറങ്ങി. നാളെ രാവിലെ സുബൈ കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങാൻ താല്പര്യമുള്ളവർ ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ ലക്ഷദ്വീപിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ 4 ഭാഗത്തും കടലാണ്, അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യന്മാരാണ്. ഒറ്റ വീടില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും നിങ്ങൾക്ക്. എല്ലാ വീട്ടിലും ഇടക്കിടക്ക് കയറി ഇറങ്ങുക, ഓർമ്മപ്പെടുത്തുക. ആ വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എവിടെ TV ഉണ്ടോ? ഉണ്ട്. സിനിമ കാണാറുണ്ടോ? ഉണ്ട്. സീരിയൽ കാണാറുണ്ടോ? ഉണ്ട്. തെറ്റിലാണോ? വാർത്ത കേൾക്കാനാണോ? നല്ലത് പഠിക്കാനാണോ? അതിനൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റി ഉപയോഗിക്കുക.
അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഈ കാഴ്ചയും ഈ കേൾവിയും പടച്ചോൻ വിചാരണ ചെയ്യും. ഖുർആൻ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യങ്ങൾ കേൾക്കാതെ, അനാവശ്യങ്ങൾ എന്തും നമുക്ക് ഒരു മുസൽമാന്റെ വീട്ടിൽ കയറി ദീനായി അവനെ പഠിപ്പിക്കാം. അത് അവരോടുള്ള സ്നേഹമാണ്. അവരൊരിക്കലും നരകത്തു പോകരുത്. സൂറത്ത് യാസീനിൽ പറഞ്ഞ ആളെ ചരിത്രം നില ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം സ്വർഗത്ത് പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച എന്താ, പടച്ചോനെ അവരെന്നെ തച്ചു കൊന്നപ്പോഴും ഞാൻ സ്വർഗാവകാശിയായി എന്നത് എന്നെ തല്ലിക്കൊന്നവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവരോടും നമ്മുടെ സ്നേഹമാണ്. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്, ഈ പരിസരത്തുള്ള എല്ലാവരും വന്നത് കേൾക്കണം എന്നാണ്. നമ്മുടെ സദസ്സിൽ എല്ലാവരും വരണം എന്നാണ്. നാളത്തെ പരിപാടിയിൽ എല്ലാവരും വരീൻ. ഈ പ്രസംഗം കേൾക്കുന്ന കടയിലും പരിസരത്ത് റോഡരികിലും ഒക്കെ ഉള്ളവർ നിങ്ങളുടെ കുടുംബത്തെ കൂട്ടി വരീൻ, നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കൂട്ടി വരീൻ. ഇവിടെ ഖുർആനും സുന്നത്തും നല്ല കാര്യവുമല്ലാതെ ഇവിടെ ഇത്രയും സമയം എത്ര പണ്ഡിതന്മാർ പ്രസംഗിച്ചു? ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞു? ആരെങ്കിലും ഖുർആനിലില്ലാത്തത് പറഞ്ഞു? സ്വന്തം ബടായി പറഞ്ഞു? ഏതെങ്കിലും ഉസ്താദിനെ തെറി പറഞ്ഞു? ചീത്ത പറഞ്ഞു? ഒന്നുമില്ല. വിഷയങ്ങൾ മാത്രം ഞങ്ങളെ പഠിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ നല്ലൊരവസര. ഈ അവസരമൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും കേൾക്കാതെ പഠിക്കാതെ മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടില്ല. ഇബ്രാഹിം നബിക്ക് ഉപ്പാനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഭാര്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് മകനെ ഭാര്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നൂഹ് നബിക്ക് മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിക്ക് മൂത്താപ്പാനെ രക്ഷിക്കാൻ കഴിയില്ല. മോളെ ഫാത്തിമ, നീ എന്റെ ജീവന്റെ ജീവനാണ് മോളെ, പക്ഷേ നരകത്ത് നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഫാത്തിമ എനിക്ക് കഴിയില്ല. അന്തർത്തുക്കും നാറം തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്ന് സൂറത്തുൽ ലൈലിലെ 14 അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ആ നരകം അത് നമുക്ക് വർണ്ണിക്കാനാവാത്ത തീജ്വാലയാണ്. ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗസ്ഥനാവുക എന്നത് വലിയ കാര്യമാണ്. സഹോദരി സഹോദരന്മാരെ, അതിന് അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ, അപ്പം ഞാനൊക്കെ ഈ ദിബിലേക്ക് വരുമ്പോൾ എന്നെക്കുറിച്ച് ചില ക്ലിപ്പിക്കൊക്കെ സമസ്തക്കാരിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പല വിഷയത്തിലും. ഇൻഷാ അല്ലാഹ് നാളെ മുഖാമുഖത്തിൽ അത് വിവരിക്കും. നിങ്ങളെല്ലാവരും നല്ല പബ്ലിസിറ്റി ഇനിയും കൊടുക്കുക. എത്ര ആളെ, അതായത് ഇവിടെ ഇത് കേട്ട മുജാഹിദുകൾ ഇല്ലെങ്കിൽ പോലും പുതിയ പുതിയ ആളുകൾ ഇത് കേൾക്കട്ടെ, അങ്ങനെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അങ്ങനെ കേൾക്കുമ്പോഴാണ്, കേൾക്കരുത് എന്ന് ചിലപ്പോൾ ഖുതുബയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേൾക്കരുത് പോകരുത്. അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, സത്യത്തിൽ എന്താ പറയണ്ടത്, അവര് പിഴച്ചവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ചെന്ന് കേട്ടോളൂ എന്നല്ലേ പറയണ്ടേ. പോയി നമ്മൾ പറയാണ് അയാൾക്കൊരു കാലില്ല, അയാൾക്കൊരു കാലില്ല, ആ ആളെ ആ നാട്ടുകാർ കണ്ടിട്ടില്ല, അയാൾക്കൊരു കാലില്ല. അപ്പൊ ഉസ്താദ് ഇങ്ങനെ കാലില്ല കാലില്ല എന്നാ പറയും. അപ്പൊ ഉസ്താദ് പറയണ്ടേ, ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായി, പോയി നോക്കി അയാളൊന്ന് എഴുന്നേപ്പിച്ച് നിർത്തി, അയക്ക് കാലില്ല, അൽഹംദുലില്ലാ ഉസ്താദ് പറഞ്ഞത് സത്യമാണ്. അതുപോലെ നിങ്ങൾ എന്താ വേണ്ടത്, ഇവര് പിഴച്ചോരാണ്, ശരി, ഓലെ പിഴവെന്താ, ഞങ്ങളൊന്ന് പോയി കേട്ട് നോക്കട്ടെ, ഓലെ എന്താ ഉസ്താദെ പിഴച്ച്, ആ ഞങ്ങൾക്ക് ഉറപ്പായി ഉസ്താദ് നിങ്ങൾ പറഞ്ഞത് ശരിയാ. അങ്ങനല്ലേ ആണുങ്ങൾ ചെയ്യുക. ഞങ്ങൾ പറയണ എന്താ അറിയോ, ഞങ്ങൾ പറയണ പോരുതെന്നല്ല, കേൾക്കൂ, ചിന്തിക്കൂ, പരസ്പരം ചർച്ച ചെയ്യൂ, പഠിക്കൂ. നിങ്ങൾ 100 ആള്, അങ്ങനെ പറയും, 100 സഖാഫിമാർ ഈ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചാൽ ഞങ്ങളുടെ ഒരു പണ്ഡിതൻ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ മതി. ആ 100 മണിക്കൂർ പോലും പ്രസംഗിച്ച ഈ കടലിന്റെ ആഴക്കടലിൽ പോയി പതിക്കും. ഞങ്ങൾ 2 ആയത്ത് ഉദ്ധരിച്ച് വയലെറിഞ്ഞാൽ മതി, അവർക്ക് പിന്നെ അതിന്റെ മുകളിൽ തല ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് അത്ര ചാങ്കുറപ്പോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? സ്വർഗം നമുക്ക് വേണ്ടി അല്ലാഹ് സൃഷ്ടിച്ചു. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, സൂക്ഷ്മതാ പരിപാലകർക്ക് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകമായി പോകും. അതുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും എന്നിട്ട് ബാത്തിലിനെ ഉപേക്ഷിക്കാനും ഹക്കിനെ പുണരാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സമ്മേളനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മേളനമായി മാറുമാറാകട്ടെ. ഇതാര് കേട്ടാലും ഇല്ലെങ്കിലും ഇതിന് കൂലിയുണ്ട്, ഇതിന് വിജയമുണ്ട്. അത് അള്ളാഹ് ഓഫർ ചെയ്തതാണ്. ഇഖ്ലാസ് ചോർന്നു പോകാതെ നാം അത് കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ നേരത്തെ പള്ളിയിൽ വരിക, എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുക, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ തുടർച്ചയായിട്ട് പങ്കെടുക്കുക, എല്ലാവരും നല്ല ആക്റ്റീവ് ആകുക. ഇത് മാത്രമായിരിക്കും ആഖിറത്തിലേക്ക് നമ്മുടെ മുതൽക്കൂട്ട്. ഒന്നും പാഴാകാതെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഫീ ദാലിക
ഫലിയതനാഫസിൽ മുതനാഫിസൂൻ. കടമത്സരം നടത്തുന്നവർ സ്വർഗത്തിനു വേണ്ടി കടമത്സരം നടത്തട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തുജ്ഇൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.